തോപ്രാംകുടിക്കും കട്ടപ്പനയ്ക്കുമിടയിൽ തനി നാടൻ കാഴ്ചകൾ ഒളിപ്പിച്ചിട്ടുള്ള നിരവധി ഗ്രാമങ്ങളുണ്ട്. പ്രകാശും ഉദയഗിരിയും ചെമ്പകപ്പാറയും ഇരട്ടയാറുമെല്ലാം ഗ്രാമീണ കാഴ്ചകളാൽ ഒന്നിനൊന്ന് വ്യത്യസ്തം. ഏലവും കുരുമുളകും കാപ്പിയുമെല്ലാം വിളയുന്ന കൃഷിയിടങ്ങൾക്കൊപ്പം തേയിലത്തോട്ടങ്ങളും ഇടവിട്ടിടവിട്ട് പുൽമേടുകളും തോപ്രാംകുടി മുതലുള്ള പാതയോരത്തെ കാഴ്ചകളെ സമ്പന്നമാക്കുന്നു. നമ്മളിപ്പോൾ കടന്നുപോകുന്നത് പ്രകാശിലൂടെയാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ മലയാളിക്ക് പരിചിതമായ പ്രകാശ്. സിനിമ ചിത്രീകരിക്കുന്ന അക്കാലത്ത് ഇവിടെ ടൗണിന് നടുവിൽ വലിയൊരു മരമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ അത് മുറിച്ചു മാറ്റി. സിനിമയിലെ വിവിധ കഥാസന്ദർഭങ്ങൾക്ക് വേദിയായ പോസ്റ്റ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങൾ പ്രകാശിനെ ഇപ്പോഴും തനി നാടൻ ഗ്രാമമായി നിലനിർത്തുന്നു. കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല, കാലാവസ്ഥ കൊണ്ടുകൂടി മനസ്സിൽ ഇടം നേടുന്നിടമാണ് പ്രകാശെന്ന് ഇതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. പുൽമേടുകൾ നിറഞ്ഞ ഉയരമുള്ള പ്രദേശം, ദൂരേക്ക് കാഴ്ചകളുടെ വിശാലത തീർക്കുന്നിടം കൂടിയാണ് പ്രകാശും പരിസര പ്രദേശങ്ങളും. പകൽ സമയത്ത് വീശുന്ന കാറ്റ് മനസ്സും ശരീരവും കുളിർപ്പിക്കും. മഴക്കാലത്ത് സദാസമയവും മഞ്ഞ് പൊതിയുന്നിടം കൂടിയാണിവിടം. കാണുന്നതാണ് ഉദയഗിരി. ഗ്രാമത്തിൻ്റെ ചന്തം ഇനിയും കൈമോശം വന്നു പോകാത്തൊരിടം. കുറച്ച് കടകളും ഒരു പള്ളിയുമൊക്കെ യാത്രാമധ്യേ കാണാം. ഓടുമേഞ്ഞ പഴയ കെട്ടിടങ്ങൾ ഉദയഗിരിയിലും അവശേഷിക്കുന്നുണ്ട്. കാഴ്ചകളുടെ സമ്പന്നതകൾക്കിടയിലൂടെയാണ് കട്ടപ്പനയ്ക്കുള്ള ഈ റോഡ് കടന്നു പോകുന്നത്. റോഡിൽ വലിയ തിരക്കില്ലാത്തതിനാൽ ബസ് ഭേദപ്പെട്ട വേഗതയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതുവഴി ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടും ഒരിക്കൽ പോലും മടുപ്പ് അനുഭവപ്പെടാത്തത് ഈ കാഴ്ചകളുടെ ധാരാളിത്തം കൊണ്ടായിരിക്കാമെന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. ഗ്രാമങ്ങളും കവലകളും ഒന്നൊന്നായി പിന്നിട്ട് കഴിഞ്ഞു. ബസ് ഇരട്ടയാർ ടൗണിലേക്ക് അടുക്കുകയാണ്. ഒരു ഡാമും അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുമൊക്കെ അടങ്ങുന്നതാണ് ഇരട്ടയാർ ടൗണിൻ്റെ പരിസര പ്രദേശം. വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ ചിലർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭാഗമാണിത്. ബസ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇരട്ടയാർ ടൗണിലൂടെയാണ്. നിറയെ കടകളുള്ള അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് ഇരട്ടയാറ്. ഇരട്ടയാറ്റിൽ നിന്നും കുറച്ചു ദൂരം മാത്രമേ കട്ടപ്പനയിലേക്കുള്ളൂ. ഗ്രാമീണ കാഴ്ചകൾ വിട്ട് ടൗണിലേക്ക് അടുക്കുകയാണ്. 11:30 അടിമാലിയിൽ നിന്നും പുറപ്പെട്ട ബസ് 1:45 കട്ടപ്പനയിലെത്തി. കട്ടപ്പന ടൗണിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ഇടുക്കിയിലെ 2 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കട്ടപ്പന. ഹൈറേഞ്ചിൻ്റെ സ്വന്തം പട്ടണം. യാത്രകൾ തുടരുകയാണ്.